നിന്ന് കൊട്ടാരമൊന്നുമല്ല കേട്ടോ, എനിക്ക് തോന്നുന്നു മച്ചാൻ ഇത് വേറെ എന്തോ പരിപാടിക്ക് വേണ്ടി വന്നോണ്ടിരിക്കും. ഇവിടെ ഭയങ്കരമായിട്ട് വേസ്റ്റ് കാര്യങ്ങളൊക്കെയാണ് കണ്ടില്ലേ. അവിടെ നിന്ന് ആൾക്കാർ ഫുഡ് കഴിക്കുന്നു. എന്ത് ഇതുവരെ ഇത്. ഹലോ മച്ചന്മാരെ, അപ്പം നമ്മുടെ പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഇന്ന് ഞങ്ങൾ പോകാൻ പോകുന്നത് ഒരു സ്ഥലത്താണ്. എനിക്കറിയത്തില്ല. 5 എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, എടാ നമുക്ക് എവിടെയെങ്കിലും പോയാലോ എന്ന്. അപ്പം അങ്ങോട്ട് പോകാമെന്ന് വിചാരിച്ചു. എവിടെയാണെന്ന് ഞാൻ ചോദിച്ചില്ല. ഏതോ ഒരു പുരാതന സ്ഥലത്തോ ഏതോ ഒരു കോട്ടയോ അങ്ങനെ എന്തോ പറഞ്ഞു, എനിക്കറിയില്ല. ഞാനിപ്പോൾ അവളെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. സ്ഥലം ഏതാ നിങ്ങൾക്ക് എന്തായാലും ഫസ്റ്റ് ഇതിൽ തന്നെ മനസ്സിലായി കാണുമല്ലോ എവിടെയാണെന്ന്. അപ്പോൾ അവൾക്ക് വേണ്ടി ഞാൻ വെയിറ്റിംഗ് ആണ്, സ്റ്റിൽ വെയിറ്റിംഗ്. ആൾ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണെന്നാണ് തോന്നുന്നത്. ഞാൻ ഇവിടെ ഒരു 10-15 മിനിറ്റായിട്ട് ഞാൻ ഈ വെയിലത്ത് ഇങ്ങനെ നിൽക്കുക. ഇങ്ങ വാ. എന്നടാ എന്നെ എസ്രേനു അക്കാവുണ്ടോ? ഇവൻ്റെ ചേച്ചി കേട്ടോ. ഇത് ഇവരുടെ വീടാണ്. ഇത് അഞ്ജുവിൻ്റെ നെയ്ബേഴ്സാണ്. ഇങ്ങനെ ഫൈനലി അഞ്ജു ഒരുക്കമൊക്കെ കഴിഞ്ഞിട്ട് എത്തിയിരിക്കുന്നു. ഇപ്പം വീണാണ് ചത്തനല്ലോ തുടക്കത്തിൽ തന്നെ. ഇവര് 3 പേരാണ് കേട്ടോ. ഇവനാ പക്ഷെ സൂപ്പർ. ഹലോ, ഇവന് ഞാൻ വരുമ്പോഴൊക്കെ ഇടയ്ക്ക് ചോക്ലേറ്റ് കൊടുക്കാറുണ്ട്. എന്തുകൊണ്ട് പറഞ്ഞു? എന്തായിരുന്നു? എന്താ നീ പറഞ്ഞേ? ഓക്കെ, അപ്പം പോയിട്ട് വരാം. ബൈ. ആദ്യമായിട്ട് കേട്ടോ ഇവിടം വരെ ബ്ലോക്കൊക്കെ കാണുന്നത്. അപ്പോൾ ഹെവി ബ്ലോക്കാണ് ഇന്ന് ബാംഗ്ലൂര്. സാറ്റർഡേ നല്ല ബ്ലോക്ക് ഉണ്ട്. ഇവിടം വരെയൊക്കെ ആദ്യമായിട്ടാണ് ഞാൻ കാണുന്നത് കേട്ടോ. നമ്മൾ എങ്ങോട്ടാണ് അഞ്ചു പോകുന്നത് എനിക്കറിയത്തില്ല. ബാംഗ്ലൂർ ഫോർട്ട് ഞാനിതുവരെ പോയിട്ടില്ല. ഓഫാണ്. സോ ഞങ്ങൾ എക്സ്പ്ലോർ ചെയ്യാൻ. അപ്പൊ ഇവിടുന്ന് 51 കിലോമീറ്റർ അല്ല 1 മണിക്കൂർ യാത്ര. 15 കിലോമീറ്ററേ ഉള്ളൂ. ഇവിടുത്തെ 15 കിലോമീറ്റർ ആണ് കേട്ടോ ഈ 1 മണിക്കൂർ എന്ന് പറയുന്നത്. നാട്ടിലൊക്കെ ആണെങ്കിൽ 45 കിലോമീറ്റർ 47 കിലോമീറ്റർ പോകാൻ ഉള്ള ദൂരമാണ് സാധാ ഒരു സ്പീഡിൽ. ഇതൊക്കെ ബാംഗ്ലൂർ റോഡുകൾ. നമ്മൾ കാണാത്ത വഴികളൊക്കെയാണ് ഉള്ളത്. ഇതൊക്കെയാണ് അപ്പൊ പോട്ടെ, ഒന്നും പറയത്തില്ല. ഇത് പിടിക്കൂ. ചേട്ടൻ എന്തോ പറഞ്ഞു. കന്നഡയിലാന്ന് തോന്നുന്നു, എനിക്കൊന്നും മനസ്സിലായില്ല. അതുകൊണ്ട് ഓക്കെ. വഴിയൊക്കെ തെറ്റിപ്പോയി. സോ കറങ്ങി. ഇവിടത്തെയൊക്കെ ബസ് സ്റ്റോപ്പ് കണ്ടോ? ഇത് രസമാണ്. നോക്കി പൂവൊക്കെ വന്ന് ചെടിയൊക്കെ വെച്ച് രസം. അങ്ങനെ ഞാൻ പറഞ്ഞ സ്ഥലം തന്നെ ആയിരുന്നു കേട്ടോ. ഈ പെണ്ണ് ഇതിനെ ചുറ്റുമിട്ട് വട്ടം കറക്കി. എടി ഇപ്പോഴെങ്കിലും മനസ്സിലാക്കാം നമ്മൾ പറയുന്ന കാര്യങ്ങളൊക്കെ സത്യമാണ്, അല്ലെങ്കിൽ എന്തെങ്കിലും അതിനകത്തൊക്കെ ഉണ്ടെന്ന്. ഇല്ലേ? അങ്ങനെ ഇത്ര നേരം ദാഹം മാറ്റാൻ വേണ്ടി ഞങ്ങൾ കരിമ്പിൻ ജ്യൂസ് കുടിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ്. സാറ് ഇവിടെ കരിമ്പ് ജ്യൂസ് അടിപൊളി ജ്യൂസാണ് കേട്ടോ. സംഭവം എന്ന് വെച്ചാൽ ജെന്യൂൻ പക്ക സാധനം, നല്ല ഫ്രഷ് കരിമ്പ്. അതുപോലെ തന്നെ അതുപോലെ അടിച്ചൊഴിച്ച് ഇങ്ങനെ തരും. ആയിക്കോട്ടെ, നമ്മുടെ കരിമ്പിൻ ജ്യൂസ് എങ്ങനെയുണ്ട്? തണുപ്പില്ല, ബട്ട് നല്ലതാ. ഐസ് ഇല്ലേ? ഐസ് പോട്ടിരിക്കാ. ഓക്കെ. അതുപോലെ ഇവിടെ 40 രൂപയുള്ളൂ, അതായത് ഒരെണ്ണത്തിന് 20 രൂപയുള്ളൂ. അതുപോലെ തന്നെ ഇത് കണ്ടില്ലേ, വേസ്റ്റ്. ഇതൊരു നല്ലൊരു ഏരിയ ആണ്. പക്ഷെ ഇവിടെ കണ്ടില്ലേ ഫുള്ള് വേസ്റ്റും കാര്യങ്ങളും. ഇവിടെ ഭയങ്കരമായിട്ട് വേസ്റ്റ് കാര്യങ്ങളൊക്കെയാണ് കണ്ടില്ലേ. അവിടെ നിന്ന് ആൾക്കാർ ഫുഡ് കഴിക്കുന്നു. എന്ത് ചെയ്യും? കണ്ടില്ലേ, ഇവിടുന്ന് ഫുഡ് കഴിപ്പും നല്ല വേസ്റ്റിൻ്റെ സ്മെല്ലും ഉണ്ട് ഇവിടെ. അപ്പോൾ നമ്മൾ നേരെ അങ്ങോട്ട് കയറാൻ പോവുകയാണ്. ഫ്രീ എൻട്രി? ഇവിടെ ഇപ്പം ഫ്രീ എൻട്രി ആണ്. ഇവിടെ ഫ്രീ എൻട്രി ആണ്. ഡോണ്ട് വറി. സംഭവം നൈസാട്ടോ. ഒരു കോട്ട. ഞാൻ ഇങ്ങനത്തെ ഒരു പരിപാടിക്കൊക്കെ ആദ്യമായിട്ട് വരിക. ഐ മീൻ ഇങ്ങനത്തെ ഇതൊക്കെ കാണുന്നത് ആദ്യമായിട്ട് കേട്ടോ. യെസ്, നമ്മൾ എൻട്രി ആവും. ഇവിടെ സേഫ്റ്റിയും കാര്യങ്ങളൊക്കെ നോക്കാനുള്ള സംഭവം കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ എന്തോ ഉണ്ടെന്ന് തോന്നുന്നു. ഇത് കൊള്ളാം കേട്ടോ. ഇവിടെയൊക്കെ ഫോട്ടോഷൂട്ടിനും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. ഇത് കണ്ടില്ലേ, ഫ്രണ്ടിൽ തന്നെ വലിയൊരു കവാടം തന്നെ ഉണ്ട്. ഞാൻ കൊച്ചിനൊന്നും ചെയ്തില്ല. നടക്ക്. നിന്നെ കണ്ടിട്ട് പേടിച്ചായിരിക്കും. ജിറാഫ് ഇറങ്ങിയെന്ന് കാട്ടിയെന്ന്. കാണ്ടാമൃഗവും കൂടെ കവാടമൊക്കെ കയറി ഇറങ്ങി നമ്മൾ ഇങ്ങനെ പോവുകയാണ്. നൈസ്.
ഹാങ് ഔട്ട് ചെയ്യാൻ പറ്റും പ്ലീസ്. 360 ആണ് നമ്മൾ ക്യാമറ. ഫുൾ നൈസ്. സമാധാനപരമായി ഇരുന്ന് എന്തൊക്കെയോ ഉണ്ട് കേട്ടോ. അതൊക്കെ കല്ലിൽ എന്തോ കുത്തി വെച്ചേക്കുന്നു. കല്ലിൽ എന്തോ സിഗ്നലും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് എന്ത് സിഗ്നലാണെന്ന് എനിക്കറിയില്ല. ദൈവത്തിന്റെ ശിവലിംഗമാണ്. ആ ശിവലിംഗമായിരുന്നു കേട്ടോ, ഞാൻ ശ്രദ്ധിച്ച് നോക്കിയില്ല. ശിവലിംഗമായിരുന്നു കേട്ടോ. ഓക്കെ, നൈസായിട്ടുണ്ട്. അത്യാവശ്യം കോട്ടയൊക്കെ ഉണ്ടല്ലേ, നൈസ്. ഒരു ഈവനിങ് ഒക്കെ ആയിരുന്നെങ്കിൽ കുറച്ചും കൂടെ നന്നായി. കുറച്ച് ലൈറ്റ് ഓക്കെയാണ്. നട്ടുച്ചയായതിൻ്റെ ഒരു ചെറിയ പ്രോബ്ലംസ് ഒക്കെയാണ് എനിക്ക് അത്രേ ഉള്ളൂ. നമ്മളൊക്കെ വെയിലും കൊണ്ട് നടന്ന ഒരു ആൾക്കാരാണ്. ഞാൻ വെയിലൊന്നും കൊള്ളാറില്ല. അതെ 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 അതെ. ഇവിടെ ഇത്രേ ഉള്ളൂ, ഇതേ ഉള്ളൂ. ഇതാണോ ഫ്രീ എൻട്രി? ഈ കോട്ടയ്ക്കകത്തേക്ക് പ്രവേശനമില്ലേ? ഇത്രേ ഉള്ളൂ. ഇതൊക്കെ പൂട്ടിയിട്ടേക്കുവാ. ഇത് ജയിലാന്ന് തോന്നുന്നു കേട്ടോ. ജയിലോ? ഭയ്യ, വാട്ട് ഈസ് ദിസ്? ജയിലേ? ജയിൽ. ആ, ഇത് ജയിലാണ്. കേരളത്തിലെ ജയിലിങ്ങനെ. ഫോൺ ഇത് പണ്ടത്തെ ജയിലാണ്. അതുപോലെ ഇവിടെ കണ്ടില്ലേ, ഇതിനകത്തേക്ക് പോകാൻ പറ്റത്തില്ല. ഇവിടെ എന്തൊക്കെയോ സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ജയിലിലെയാണ്. പറ്റിയ സ്ഥലത്താണല്ലോ വന്നിരിക്കുന്നത്. പറ്റിയ സ്ഥലത്താണല്ലോ വന്നിരിക്കുന്നത്. അതെ അതെ. അപ്പൊ ഇതാണ് കോട്ട. നമുക്ക് അടുത്ത സ്ഥലം പിടിക്കാല്ലേ? അടുത്ത ഇനി എവിടാ? അടുത്ത് ഗൂഗിൾ മാപ്പ് ഉണ്ടല്ലോ, നോക്കാന്നേ. അപ്പോൾ ഗൈസ്, നമ്മുടെ കേരളത്തിലെ പോലെ തന്നെ ബാംഗ്ലൂരിലെ കോട്ട കൊള്ളാം അല്ലേ? സംഭവമൊക്കെ കൊള്ളാം. ഇവിടെ വീഡിയോസ് എടുക്കാനാണെങ്കിലും ഫോട്ടോസ് ഒക്കെ എടുക്കാനാണെങ്കിലും നൈസ് സ്ഥലമാണ്. കുറെ പേരൊക്കെ വന്നിട്ടുണ്ട്. വീക്കെൻഡ്സ് ഒക്കെ അല്ലേ സെലിബ്രേറ്റ് ചെയ്യാൻ. പിന്നെ ചില്ലായിട്ട് ഇവിടെ വന്ന് റെസ്റ്റ് എടുക്കാം. സോ ലൈക്ക് അങ്ങനെ ഇവിടെ നിന്ന് നൈസ് ഫോട്ടോസ് ഒക്കെ എടുക്കാൻ പറ്റും കേട്ടോ. ഇങ്ങനെ ചാരി ഇങ്ങനെയാണ് നൈസാണ് കേട്ടോ. ഞാൻ പിന്നെ എവിടെ പോയി കഴിഞ്ഞാലും ഇതൊരു വീക്ക്നെസ്സാണ്. എനിക്കറിയത്തില്ല, ഞാൻ ഈ മനുഷ്യനോട് പറഞ്ഞതാണ് കേട്ടോ. മറ്റേ ക്യാമറമാൻ യാർ. അങ്ങനെ ഇവിടുന്ന് നമ്മൾ ഇറങ്ങാണ്. നമ്മുടെ കുട്ടികൾ നമുക്ക് ഫോട്ടോസ് എടുത്ത് തന്നു, നമ്മൾ അവർക്ക് എടുത്തു കൊടുത്തു. നൈസായിട്ട് എങ്ങനെ ഉണ്ടെന്ന് നോക്കണേ. എക്സ്ക്യൂസ് മീ, ഇവിടെ നിൽക്കും, ഞാൻ ഫോട്ടോ എടുത്ത് തരാന്നൊക്കെ. അപ്പൊ അവര് വിശ്വസിച്ച് അവര് പോയി എടുത്തു. സെയിം. നമുക്ക് പിന്നെ ഇംഗ്ലീഷ് ചെറുതായിട്ടല്ലേ അറിയത്തുള്ളൂ. അറിയാവുന്ന ഇംഗ്ലീഷ് നമുക്ക് തട്ടി കിട്ടു. സെയിം ഫോട്ടോ പ്ലീസ്. സെയിം ഫോട്ടോ. ഇതിനകത്ത് എന്തോ പോയുണ്ട് കേട്ടോ. ഒന്നുമില്ല, ഇതും ജയിലാണ്. ഇവിടെ ഫുള്ള് ജയിലാണോ? അല്ല, ഇത് പുറത്തോട്ടുള്ള വഴിയാണ്. പൂട്ടിയേക്കുവാണേ, പോവല്ലേ. എല്ലാം അകത്തേക്കുള്ള വഴിയുണ്ട്. അവിടെ ഇതുണ്ടാ കണ്ട ഇതൊക്കെ കണ്ടില്ലേ? എനിക്ക് തോന്നുന്നു ഇത് അറ്റാക്ക് ചെയ്യുന്ന ഫോട്ടോ കണ്ടില്ലേ? ഒരു മൃഗത്തിനെ, എനിക്ക് തോന്നുന്നത് എന്തോ പട്ടിയാണ്, സിംഹമാണെന്ന് തോന്നുന്നു. ഇതിനെ അറ്റാക്ക് ചെയ്യുന്നതായിട്ടുള്ള ഒരു ഇതാണ്. അമ്പലം. യെസ്. അങ്ങനെയുള്ള ആൾക്കാരൊക്കെ ഉണ്ട്. ഇവിടെയൊക്കെ ഒരുപാട് ചിത്രപ്പണികൾ ഒളിച്ചിരിപ്പുണ്ട് കേട്ടോ പലയിടത്തും. ആക്ച്വലി ഇത് ജയിലാണ് അല്ലേ? നമുക്ക് ഇതിൻ്റെ മണ്ടയ്ക്ക് കയറാൻ പറ്റുമോ, അതായത് മുകളിൽ കയറാൻ പറ്റുമോ നമുക്ക് നോക്കാം. ബാ, ഇത് കണ്ടില്ലേ, നമ്മൾ കയറിയ സമയത്തുള്ള കോട്ടയാണ്. ഇതും ജയിലിൻ്റെ ഇത് തന്നെയാണ്. താത്താ, ഈ ജയിലല്ലേ? പിന്നെ എന്താ? ജയിലില്ല. വേറെ അതെ, ഈ ചേട്ടൻ പറഞ്ഞു 100 രൂപയ്ക്ക് വേറെ കുറെ സ്ഥലങ്ങൾ കൊണ്ട് കാണിക്കാമെന്ന്. ആ അണ്ണാ, 100 രൂപ, 100 റുപ്പീസ്. 100 റുപ്പീസ്. ആ കേൾക്കോ. ആ only 100 rupees, right? Anna, only 100 rupees, okay? Only 100, sir. No extra 1 rupee. Okay. Okay. കമ്പനിയാ? என்ன കമ്പനി? അണ്ണാ എങ്കെല്ലാം പോറേ? ഓക്കെ, ടിപ്പു പാലസ്. അതിനുശേഷം ഒരു സാരി ഫാക്ടറി അപ്പുറമാ ഇങ്ങത്താ ഡ്രോപ്പ്. ഓക്കെ, സാരി ഫാക്ടറി, ടിപ്പു പാലസും ആണ് നമ്മളിപ്പോ കാണാൻ വേണ്ടി പോകുന്നത് അണ്ണൻ്റെ കൂടെ. അണ്ണ ഉങ്ക പേരെന്താ അണ്ണാ? പേര് நம்ம சையத் அப்சர். அஸ்ஸலாமு அலைக்கும். வலைக்கும் அஸ்ஸலாம். என்னன்னா 20 ரூபாய் டிக்கெட். ஓகே, ஆன்லைன் புக்கிங்கா? ஓகே.
പോയിട്ട് ആരാമത്. ഇതാണ് ടിപ്പു സുൽത്താൻ. ഇത് നമ്മൾ ബൈക്കിൽ വരാൻ നേരം കണ്ടതാണ്. ആണോ? ആ അങ്ങനെ ടോട്ടൽ എത്ര രൂപ? 40. 40 രൂപ ഇട്ട് നമ്മൾ കൊടുക്കുന്നു. നമ്മുടെ ഇപ്പോൾ ഓൾറെഡി ഇതായിട്ടുണ്ട്. ഗോവിന്ദ് ഇത് അവിടെ കാണിക്ക്. ಗೂಗಲ್ ಪೇ ಓಪನ್ ಮಾಡಿ. അങ്ങനെ നമ്മൾ ഇവിടെ എൻട്രി ആയിട്ടുണ്ട്. ഇവിടെ ഇങ്ങനത്തെ സ്ഥലമൊക്കെ ഉണ്ടെന്ന് ഞാൻ ഫസ്റ്റ് ടൈം അറിയുന്നത്. നല്ലവരുടെ വന്നാൽ നല്ല നല്ല സ്ഥലങ്ങൾ കാണിച്ചു തരും. അതിനിടെ പ്രൊമോഷൻ. അപ്പം ബാംഗ്ലൂര് ടിപ്പു സുൽത്താൻ്റെ ഒരു പാലസ് ഉണ്ടായിട്ട് ആർക്കൊക്കെ അറിയാം? എനിക്കറിയില്ലായിരുന്നു. ഇപ്പം ഞാൻ എൻ്റെ ബാംഗ്ലൂരിലൊരു കൂട്ടുകാരനെ വിളിച്ചാൽ ഇന്നടുത്താന്ന് പറഞ്ഞപ്പോൾ അത് ചോദിച്ചത് മൈസൂരോ എന്ന് ചോദിച്ചു. പക്ഷെ മൈസൂരല്ല, ബാംഗ്ലൂരുണ്ട്. ഇതാണ് ആ ഒരു സ്ഥലം. പാലസ് അല്ല, ഇത് ടിപ്പു സുൽത്താൻ്റെ എന്തോ ഒരു സംഭവമാണ്. നിങ്ങണ്ടല്ലേ, നൈസ് അല്ലേ, അടിപൊളി കേട്ടോ. അതിനുള്ളിൽ വാളൊക്കെ ഇരിക്കുന്നുണ്ട് ടിപ്പു സുൽത്താൻ്റെ. നമുക്കതൊന്നും ഷൂട്ട് ചെയ്യാൻ പറ്റത്തില്ല. ചെറുതായിട്ട് വേണമെങ്കിൽ ഒപ്പിക്കായിരുന്നു. ഒരു ഫോട്ടോ എടുത്തരുമോ? പണ്ട് ടിപ്പു സുൽത്താനെ ടിപ്പു വെച്ചാനെ ഇതുവഴിയായിരിക്കും നോക്കിക്കൊണ്ടിരുന്നത്. ആരെങ്കിലും ഒക്കെ കൊള്ളാം കേട്ടോ. എനിക്ക് ഇവിടത്തെ തണുപ്പാണ് ഇഷ്ടപ്പെട്ടത്. അതെ, നല്ല തണുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. പഴയ വീടുകളിൽ ഉണ്ടാവുന്ന ആ ഒരു ഇതില്ലേ, അത്. ഇവിടെ ഫോട്ടോഷൂട്ടൊക്കെ എടുക്കാൻ തന്നെ നമുക്ക് നൈസ്. സൂപ്പർ ഫ്രെയിം. ఇక్కడ చూడు, ఇక్కడ చూడు. ചൂടിട്ടൊന്നും ഇല്ല. ആണോ? പക്ഷെ ഇവരെവിടെയാ കിടക്കും? ഇവിടെ റൂമൊന്നും ഇല്ലല്ലോ. ഇവരെവിടെയാ കിടന്നിട്ടുണ്ടാവുക? തുറക്കാൻ പറ്റത്തില്ലായിരിക്കും അല്ലേ? അയ്യോ, അതിലെ പോ ചേട്ടാ. അതിലെ പോകാൻ പറ്റുമത്തില്ല. അവിടെ നോക്കടാ, അതൊന്നും പറ്റൂല. എന്തുവാ, ചെരുപ്പ് വെക്കാനുള്ള സ്പോട്ടാണോ? രണ്ട് കാമുകിമാർ നമ്മളെ വീഡിയോ കണ്ടിട്ട് ഓടി. ഇതല്ലേ പ്രേമത്തിന് ഞാൻ എതിരായി പോവാ. സമ്മതിക്കില്ല പ്രേമത്തിന്. ഞാൻ ആരെയും പ്രേമിക്കാൻ സമ്മതിക്കില്ല ഇനി. ഇവിടുത്തെ പ്രത്യേകത എന്താണെന്നറിയോ? ചുറ്റും അമ്പലങ്ങളാ. എവിടെ തിരിഞ്ഞാലും അമ്പലങ്ങളാണ്. പക്ഷെ അവിടുത്തെ സ്ഥലം എന്ന് പറയുന്നത് ഭയങ്കര പീസായിട്ട് നല്ല രസമാണ്. ബാംഗ്ലൂർ നിങ്ങൾ എക്സ്പ്ലോർ ചെയ്തിട്ടില്ലേ ചെയ്യട്ടോ. യെസ്, അങ്ങനെ ഞങ്ങൾ ടിപ്പുവിൻ്റെ കൊട്ടാരത്തിൽ നിന്ന്, കൊട്ടാരമൊന്നുമല്ല കേട്ടോ, എനിക്ക് തോന്നുന്നു മച്ചാൻ ഇത് വേറെ എന്തോ പരിപാടിക്ക് വേണ്ടി വന്നോണ്ടിരിക്കും. ഗസ്റ്റ് ഹൗസിൽ വരുന്ന ആ ഒരു രീതിയായിരിക്കും കേട്ടോ. ഇനി നമ്മുടെ ചേട്ടൻ നമ്മളെ ഇതുവഴി ഇങ്ങനെ അങ്ങോട്ട് പോകാൻ പറഞ്ഞു. എക്സിറ്റ് അവിടെയാണ്, എൻട്രി ചെയ്ത് എക്സിറ്റ് അവിടെ. അങ്ങനെ തന്നെ ഇവക്ക് 20-30. അയ്യോ, 20-30 കണ്ടിട്ട് എനിക്കൊരു ഫ്രഷ്നെസ് തോന്നുന്നില്ല. വേണമെങ്കിൽ കഴിക്കാം, എനിക്ക് വേണ്ട കേട്ടാ. വേണ്ട, എനിക്ക് വേണ്ട. അങ്കിൾ ഈ ചേട്ടൻ വാങ്ങിച്ചു തരുന്നില്ല. ആ കൊച്ചങ്ങനെ എന്താ വേണ്ടാലും അച്ചടാ കൊച്ച്. ആ ചേട്ടാ, ബൈ ചേട്ടാ. അണ്ടാ നെക്സ്റ്റ് എങ്കേ സാരി മാർക്കറ്റ്. അങ്ങനെ നമ്മൾ സാരിയുടെ സെക്ഷനിലേക്ക്, അതായത് സാരി ബൾക്കായിട്ട് കൊടുക്കാനുണ്ട്, ഐ മീൻ അത് സെയിൽ നടക്കുന്നത് ഫാക്ടറി. അവിടേക്ക് നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അണ്ണന് ഇതിനെല്ലാം കൂടി 100 രൂപ പറഞ്ഞിട്ടേ ഉള്ളൂ, ഇല്ലയോ? എന്നൊക്കെയാണ് പറഞ്ഞത്. സാരി കേട്ടപ്പോ ഞാനങ്ങ് വീണുപോയി. ഇല്ലായിരുന്നെങ്കിൽ ഞാൻ വേണ്ടെന്ന് പറഞ്ഞേനെ. വീക്ക്നെസ് ആണ് സാരി. നീ ആര്, പാഞ്ചാലിയോ? ഇതാണോ പിള്ളേരൊക്കെ ഉണ്ടോ? താങ്ക് യു ഗൈസ്. ഫൈനലി സാരി ഫാക്ടറിയിൽ എത്തിയിട്ടുണ്ട്. വാ സാരി ഫാക്ടറിയിലേക്ക് നമുക്ക് പോകാം കേട്ടോ. ഇതാണ് കേട്ടോ സാരി ഉണ്ടാക്കുന്ന സ്ഥലം. ഇത് കണ്ടില്ലേ, പട്ടുനൂലും കാര്യങ്ങളൊക്കെയാണ്. അങ്ങനെ അപ്പൂപ്പം നമ്മളിവിടെ കയറ്റിയിട്ടുണ്ട് കേട്ടോ.
പൊക്കുന്നുണ്ട്. നമ്മുടെ പട്ട കസവ് പട്ട് എല്ലാം നൂലുകളാണ്. ഇതൊക്കെ നെയ്ത് ഇങ്ങനെ വന്നോണ്ടിരിക്കുന്നത്. ഇതൊക്കെ കണ്ടു, ഇതൊക്കെ എന്ത് രസമാണെന്ന് അറിയാം. ഇതൊക്കെ തൊടാനൊക്കെ നല്ല രസമാണ്. ഈ ഡിസൈനിലാണ് ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കണ്ടോ, ഓരോ ഇതായിട്ട് ഇങ്ങനെ വെച്ചേക്ക. ഇവിടെ ഇത് ഈ സാധനം ഡിസൈൻ ആയിക്കൊണ്ട് വന്നോണ്ടിരിക്കുക. എങ്ങനെ ഉണ്ടായിരുന്നു? സെറ്റ് സാരി കേട്ടോ, ഉണ്ടായിരുന്നു. നല്ല എക്സ്പീരിയൻസ് ആണ് കേട്ടോ. ഇതൊക്കെ കാണുകയെന്ന് വെച്ചാൽ അണ്ണാ ഇത് സൂപ്പർ സൂപ്പർ ക്വാളിറ്റി ഒക്കെ കൊള്ളാം കേട്ടോ. നല്ല ക്വാളിറ്റിയാ. ടിഷ്യൂ ടൈപ്പ് നല്ലതാ, ഇഷ്ടപ്പെട്ടു. ആടി നല്ല സുഖമുണ്ടല്ലേ. എത്രയും ചോദിക്കുന്നതിന് ಎಷ್ಟು? ಇದಾ ಹಾ ಒಂದು 2696 696 എത്ര അടി? 2000 സംതിങ്. ഇനി ഡിസ്കൗണ്ട് ആണ് 10% ഡിസ്കൗണ്ട്. 10%. ഇവിടെ ഏറ്റവും കുറഞ്ഞത് 600-700 രൂപയൊക്കെയാണ്. ആ സാരി നമുക്കൊന്ന് കാണിച്ചു തരാവേ. 600-700 രൂപയുടെ സാരി കാണിച്ചു തരാവേ. അയ്യോ ഭയങ്കര ലോക്കലാ. ഇത് തന്നെ ലോക്കൽ അല്ലേ? ಡೈಲಿ ವೇರ್ ഓഫീസിൽ ഇതോ ഇത് കർണാടകർക്ക് ഏറ്റവും ടൈപ്പ് അല്ലേ? அண்ணா நீங்க வந்து ஹோல்சேலா இது பண்ணுவீங்களா சாரி? നിനക്ക് ചേരാവോ? ചിന്ന സൈസ് ഉണ്ട് இல்லையா? சின்னதா இதுவா? ಅದು ಕಫ್ತಾನ್ ಮಾಲ್. കഫ്താൻ. ഇപ്പൊ വന്ന് എനിക്ക് ഷോർട്ട് ആണ് എടുത്തു തരുമോ? ഷൂട്ടിലിടാം. ഏട്ടാ നിനക്ക് ചേരുമില്ല, അത് ചെറുതാണ്. வரப்ப வேணும்னா வாங்க. இந்த மாதிரி இருக்குதா? இருக்குது ஹோல்சேல்ல ഫുൾ. ഞാനിത് വാങ്ങിക്കാൻ വേണ്ടി എനിക്ക് വാങ്ങിച്ചു തരൂ. വാങ്ങിച്ചോ. വാങ്ങിക്കട്ടെ. ഇതിന് നമുക്ക് 1300 സംതിങ് ഉണ്ട്. 850 തരാന്ന് പറഞ്ഞു. ഓക്കെ, So I'm going to buy this. അതിനേക്കാളും നല്ലല്ലേ ഇതൊക്കെ? എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. ഇത് നൈസ് അല്ലേ? ഓക്കെ, ആ വാങ്ങിക്കോ. വാ എന്നിട്ട് പോ. എങ്ങനെയുണ്ട്? കുഴപ്പമില്ല. ഇത് എന്താ ഡിസ്കൗണ്ട് കിട്ടിയപ്പോ ഞാൻ വാങ്ങിച്ചു. ഫോട്ടോഷൂട്ടിന് പോവാ ഗൈസ്. 2 hours ആയിട്ടുണ്ട് കേട്ടോ. അതെ, പുള്ളി നമ്മുടെ 100 രൂപയ്ക്ക് പുള്ളി ഞങ്ങളുടെ 100 രൂപ മേടിച്ചിട്ടേ ഉള്ളൂ. ഇത് നമ്മളിപ്പോ ഒരു 1 hour മണ്ടയ്ക്കായി അല്ലേ? 1.5 അല്ലെങ്കിൽ 1.5-2 മണിക്കൂറിനടുത്തായി. പുള്ളിക്ക് വെറുത്തല്ല 100 രൂപയ്ക്ക് ഓടാനായിട്ട്. എനിക്കൊന്ന് ഇലക്ട്രിക് ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു. പിന്നെ പുള്ളി പറഞ്ഞു പുള്ളിയുടെ കമ്പനി വണ്ടിയാണ് എന്ന് ആദ്യമേ പറഞ്ഞു. പുള്ളി 100 രൂപ പറഞ്ഞു, നമ്മൾ 100 രൂപ കൊടുത്തു. പക്ഷെ എന്തെങ്കിലും എക്സ്ട്രാ കൊടുക്കണ്ടായിരുന്നു അല്ലേ? പക്ഷെ പുള്ളി പോയി. ഇനി ബൈ. ഇനി ഞങ്ങൾക്ക് ഫോട്ടോഷൂട്ട് കാര്യങ്ങളുണ്ട്, പോണം. അപ്പൊ ഞങ്ങളൊരു ഫോട്ടോഷൂട്ടിന് പോവാണ്. ഡ്രസ് എങ്ങനെയുണ്ട്? അവിടുത്തെ സെറ്റ് ആക്കിയതാ. ഫോട്ടോഷൂട്ടിന് കേട്ടു ഈ ഡ്രസ്സ് വേണമെന്ന് പറഞ്ഞു. ഞങ്ങളുടെ ഫോട്ടോഷൂട്ട് എന്ന് പറഞ്ഞ് ഞങ്ങളെ ഇത് കള്ള പ്രമോഷന് വേണ്ടി ഞങ്ങൾ വീഡിയോ എടുക്കാൻ വേണ്ടി വന്നതാന്ന് തോന്നിയിരിക്കുന്നു. സത്യം പറ, ഫോട്ടോഷൂട്ട് ചെയ്യാന്ന് പറഞ്ഞ ആ പെണ്ണിനെ പറഞ്ഞ് കൊതിപ്പിച്ചിട്ട് ഈ ഇതിന്റെ സ്റ്റോറിന്റെ പ്രമോഷൻ അല്ലേ, ഒതുക്കത്തില് എന്തും ചെയ്തോളാം. എന്നിട്ട് എന്തും ചെയ്തോളാം. കള്ള വിടുവാ. അതെ, ചെറിയ മേക്കപ്പ് എന്ന് പറഞ്ഞ കേട്ട് എന്ത് ഇങ്ങനെയൊക്കെ ഇങ്ങനത്തെ ഉള്ളതൊന്നും കല്യാണത്തിന് കൊണ്ടുപോകാൻ പറ്റത്തില്ല കേട്ടോ. ഇത് ഓവർ മേക്കപ്പാ. നമ്മളൊക്കെ സിമ്പിൾ.
എങ്ങനെയുണ്ട് ചേട്ടാ? സിമ്പിൾ മുടി ജസ്റ്റ് ഒന്ന് വെക്കി. കോമഡി പറഞ്ഞാലും അറിയാത്തവളായി പോയല്ലോ അത്. കൊക്കുമുണ്ടി ഇതുപടി ഇത് ഇതിന്റെ മുടിയൊക്കെ ഇങ്ങനെ എന്തോരം മുടിയുള്ള കൊച്ചായിരുന്നു. ഇത് പറ്റില്ല. ആ രാജാവിനെ പോലെ ഉണ്ടല്ലോ മറ്റേ ഇതിനകത്ത് കാണത്തില്ല, ഒരു ദുഷ്ടനായ പോലത്തെ. നീ പറഞ്ഞ സംഭവം നിൽക്കി പിള്ളേരൊക്കെ ഇല്ല കണ്ട് പേടിച്ച് ഓടുന്നു. ഈ കൊച്ചാട്ടനൊക്കെ നോക്കി പേടിക്കുന്നു. എന്താ അത്? ഞാൻ പറഞ്ഞതാ മുടിയൊന്നും വേണ്ടെന്ന് അവർ ചെയ്തു. അയ്യോ മുടി മാത്രമല്ല. അങ്ങനെ വീഡിയോ ഷൂട്ട് കഴിഞ്ഞു. ഇപ്പൊ ഇത് നൈസായിട്ടുണ്ടല്ലേ ഇവക്ക് ഇങ്ങനെ ഇത് ചേരുന്നുണ്ട്, കുഴപ്പമൊന്നുമില്ല. അപ്പം ഞങ്ങളുടെ ക്യാമറമാൻ പോവുകയാണ്. ഇനി ഞങ്ങൾ അടിപൊളി റീൽസുമായിട്ട് ഞങ്ങൾ വരും. ഇന്ന് ഞങ്ങൾ ഒരു പ്ലാനും ഇല്ല, ഞങ്ങൾ ചുമ്മാ കറങ്ങാൻ പോയപ്പോൾ അന്നേരമാണ് ചേട്ടൻ വിളിച്ച് പറഞ്ഞത് എടാ വാടാ നമുക്ക് വീഡിയോ എടുക്കാം, അങ്ങനെ പറഞ്ഞിട്ട് വിളിച്ചത്. ഇതൊരു പ്ലാൻ ഇല്ലാണ്ട് ചെയ്തൊരു അലമ്പാവോ? ഇല്ലല്ലോ. അലമ്പായി പോവോ? ഇല്ലല്ലോ ഇന്നത്തെ പരിപാടി. ആ അങ്ങനെ ലാസ്റ്റ് എന്തായാലും സാധനം എന്തായാലും വരും ഞങ്ങളുടെ ഇൻസ്റ്റാഗ്രാമിൽ. ഞങ്ങൾ പുതിയ പേജ് തുടങ്ങിയിട്ടുണ്ട്. ഞങ്ങളുടെ പേജ് എന്താണെന്നറിയുമോ? ഞാൻ പറഞ്ഞുതരാം, അലുവയും മത്തിക്കറി. അപ്പൊ ഇനിയുള്ള വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് അതിൽ പ്രതീക്ഷിക്കാം. ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ചുണ്ടാവും. അലുവയും മത്തിക്കറി ഞങ്ങളുടെ ഫ്രണ്ട്സും ഉണ്ടാവും കേട്ടോ. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ബൈ. അപ്പൊ ഞങ്ങളുടെ ഡേ ഇന്ന് കഴിഞ്ഞിരിക്കുകയാണ്. ഇനി ഒരു മൂവിക്ക് പോകും. സോ അതിനുശേഷം ഡിന്നർ കഴിഞ്ഞു. വീട്ടിൽ പോയി, ഇവിടെ വീട്ടിൽ പോകുന്നു, അവിടെ ചോറുണ്ടാക്കുന്നു, കഴിക്കുന്നു, എന്നിട്ട് ഞാൻ എൻ്റെ റൂമിൽ പോകുന്നു. അപ്പം ഇന്നത്തെ ഡേ കഴിഞ്ഞു. ഇനി നാളെ നമുക്ക് അടുത്ത ബ്ലോഗായിട്ട് കാണാം. ബൈ ടാറ്റാ ബൈ ടേക്ക് കെയർ. സൗണ്ടൊക്കെ ഉണ്ടാക്കുന്നുണ്ട്.